ഹമാസ് എന്ന തീവ്രവാദ സംഘടനയെ ഭൂമിക്ക് മുകളിൽ നിന്ന് പൂർണ്ണമായി തുടച്ചു മാറ്റാൻ ഭൂമിക്കടിയിൽ ഇസ്രായേൽ നടത്തുന്ന നീക്കങ്ങൾ അതിന്റെ പരിസമാപ്തിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്രായേലിന്റെ നടപടികൾ ഭീകരവാദത്തെ ചെറുക്കുന്ന ലോകരാഷ്ട്രങ്ങൾക്ക് വേണ്ടി കൂടെ ഉള്ളത് ആയതിനാൽ അവരും ഇസ്രായേലിനെ ശക്തമായി തന്നെ പിന്തുണയ്ക്കുകയാണ്. എന്നാൽ ഈ രാജ്യങ്ങളിൽ ഭൂരിഭാഗവും പലസ്തീനിലെ നിരപരാധികളായ ജനങ്ങൾക്ക് ധാർമ്മികമായ പിന്തുണയും സഹായങ്ങളും നൽകുന്നവരുമാണ്. ഇന്ത്യയിലാകട്ടെ ഭൂരിപക്ഷം സംസ്ഥാനങ്ങളും രാജ്യ താല്പര്യത്തിനനുസരിച്ച് ഭീകരവാദത്തെ ചെറുക്കാൻ ഇസ്രായേലിന് ശക്തമായി പിന്തുണ കൊടുക്കുകയാണ്. പക്ഷേ കേരളത്തിലെ ഭരണകൂടവും പ്രതിപക്ഷവും ഒരുപോലെ പലസ്തീന് വേണ്ടിയാണെന്ന മട്ടിൽ ഹമാസ് തീവ്രവാദികളെ പിന്തുണച്ചുകൊണ്ട് റാലികളും സമ്മേളനങ്ങളും നടത്തിയും ഇസ്രായേലിനെതിരെ പ്രമേയങ്ങൾ അവതരിപ്പിച്ചും വോട്ട് ബാങ്ക് പ്രീണന രാഷ്ട്രീയത്തിന്റെ ഭീകര വേർഷനുകൾ നടത്തി അപഹാസ്യരായി മുന്നോട്ട് പോവുകയാണ്. കേരളത്തിലെ ഭരണപരാജയം മറച്ചുപിടിക്കുന്നതിനും ജനങ്ങളെ വിഡ്ഢികളാക്കി വീണ്ടും അധികാരത്തിലെത്തുന്നതിനുമുള്ള മാർഗമായിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഹമാസിനെ പോരാളി സംഘടനയായി വിശേഷിപ്പിച്ചുകൊണ്ട് മുസ്ലിം സമുദായത്തെ വൈകാരികമായി ഇളക്കിവിട്ട് കാര്യം നേടാൻ ഒരുങ്ങുന്നത്. ഇടതുപാളയത്തിൽ നിന്ന് MA ബേബിയുടെ സ്തുതിഗീതത്തോടെ തുടങ്ങിയ ഹമാസ് വാഴ്ത്തുപാട്ടുകൾ തൃപ്പൂണിത്തുറക്കാർ മൂലക്കിരുത്തിയ സ്വരാജ് അടക്കമുള്ളവർ ആകുന്നത്ര ശക്തിയോടെ ഏറ്റുപാടി ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ അട്ടിപ്പേറ് കിടന്നുള്ള പ്രീണന മഹാസമ്മേളനങ്ങളായി അതപ്പതിച്ചിരിക്കുകയാണ്. നാളുകളായി കണ്ണും കലാശവും കാണിച്ച് മാടി വിളിക്കുന്നെങ്കിലും വളയാതിരുന്ന മുസ്ലിം ലീഗിനെ വളയ്ക്കാനുള്ള മാർഗമാക്കി പലസ്തീൻ ഐക്യദാർഢ്യത്തെ മാറ്റാനും CPM ശ്രമിച്ച് പരാജയപ്പെട്ടെങ്കിലും ഇസ്രായേലിനെയും അമേരിക്കയെയും ഒക്കെ വിറപ്പിച്ചുകൊണ്ട് പലസ്തീൻ പ്രദേശത്ത് നിന്ന് കടക്കു പുറത്തുനിന്ന് ഉഗ്രസ്വരത്തിൽ അവർക്ക് അന്ത്യശാസനം നൽകിയിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പിണറായിയുടെ ഈ അന്ത്യശാസനം കേട്ട് നെതന്യാഹു ഉറക്കത്തിൽ കിടന്ന് ഞെട്ടിയെന്നുള്ള വാർത്തകൾ പോലും ഇപ്പോൾ ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തു വിടുന്നതായിട്ടാണ് സൂചനകൾ പുറത്തു വരുന്നത്. ലീഗിനെ പിണക്കിയാൽ അധികാരത്തെ ചുറ്റിപ്പറ്റി മനസ്സിൽ കണ്ടതെല്ലാം വടികുത്തി പിരിയുമെന്ന് അറിയാവുന്ന കോൺഗ്രസ് ലീഗിനെ കൂടെ നിർത്താനും കൂടുതൽ ഇസ്ലാമിക വോട്ടുകൾ CPM തട്ടിയെടുക്കാതിരിക്കാനുമായി നടത്തുന്ന ക്ലേശങ്ങൾ ചെറുതല്ലാത്തതാണ്. മാങ്കുറ്റിയും മഹേഷും ഹമാസിനെ പച്ചയ്ക്ക് വാഴ്ത്തിയതും മുരളീധരൻ നിരന്തരമായി ഹമാസ് വാഴ്ത്തുപാട്ട് പാടുന്നതും ആർജവത്തോടെ നിലപാട് വ്യക്തമാക്കിയ തരൂരിനെ താഴ്ത്തിക്കെട്ടാൻ ഒരുമ്പെട്ടതും പലസ്തീനോടുള്ള വല്ലാത്ത സഹതാപം കൊണ്ടല്ല, മറിച്ച് പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ മുരടനക്കങ്ങൾ കേട്ട് ഉണ്ടാകുന്ന വിറകൊണ്ട് തന്നെയാണെന്ന് എല്ലാവർക്കും ബോധ്യമായിട്ടുണ്ട്. ലോകത്തിലെ ഭൂരിപക്ഷം പോകുന്ന ഇസ്ലാമിക രാജ്യങ്ങൾക്ക് പോലും ഇല്ലാത്ത വിധത്തിൽ ഹമാസ് പ്രേമം കവിഞ്ഞൊഴുകുന്ന കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകളും കോൺഗ്രസ്സുകാരും ഇത്രമാത്രം കച്ചമുറുക്കി കളത്തിൽ ഇറങ്ങിയിരിക്കുന്നതിൻ്റെയും ഇത്തരം പ്രഹസനങ്ങൾക്ക് കോഴിക്കോട് തന്നെ തട്ടുകെട്ടുന്നതിൻ്റെയും പിന്നിലെ ചേതോവികാരം എന്താണെന്ന് ചോറ് കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. എന്നാൽ തങ്ങളെ വിളിച്ചു വരുത്തി മുന്നിലിരുത്തി സുഖിപ്പിച്ച് വാഴ്ത്തി മുതലെടുപ്പ് നടത്തുന്ന ഇടതന്മാരുടെയും വലതന്മാരുടെയും കാപട്യ കുതന്ത്രങ്ങൾ ബിരിയാണി കഴിക്കുന്നവർക്ക് മാത്രം ഇതുവരെ മനസ്സിലായിട്ടില്ലെന്നതാണ് ഖേദകരമായ വസ്തുത. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇവരുടെ ഈ അപമാനകരമായ രാഷ്ട്രീയ നാടകങ്ങൾ കേരളത്തിലെ ജനങ്ങളെ വർഗീയമായും ജാതീയമായും വേർതിരിക്കുന്ന ഭീകരമായ കാഴ്ചയാണ് ഇപ്പോൾ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും തങ്ങൾക്ക് ചെയ്യാനുള്ളതെല്ലാം പൂർത്തിയാക്കി തങ്ങളുടെ രാജ്യത്തിൻ്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തി കഴിയുമ്പോൾ ഇസ്രായേൽ ഗാസ വിട്ടുപോകും. എന്നാൽ വോട്ട് ബാങ്ക് പ്രീണനത്തിനായി ഗാസയുടെ പേര് പറഞ്ഞ് കേരളത്തെ വിഭജിക്കുന്നവർ ഭാവിയിൽ അതിന് വലിയ വില നൽകേണ്ടി വരും എന്നുള്ള കാര്യം തീർച്ചയാണ്.